പ്രജ്ഞാ പ്രവാഹിന്റെ നേതൃത്വത്തിൽ ലോക് മന്ഥൻ സാംസ്കാരിക ഉത്സവത്തിന് തെലങ്കാനയിൽ ഭാഗ്യനഗറിൽ കൊടിയേറി. പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയ പ്രദർശനിയുടെ ഉദ്ഘാടനം മുൻ രാഷ്ട്രപതി വെങ്കയ്യ നായിഡു നിർവഹിച്ചു. ലോക് മന്ഥന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ഭോപ്പാലിൽ തുടക്കം കുറിച്ച ലോക് മന്ഥൻ എന്ന വൈചാരിക മേള പ്രദർശിപ്പിക്കുന്ന കലാരൂപങ്ങളുടെ വൈവിധ്യം കൊണ്ടും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ പ്രാധാന്യം കൊണ്ടും ഇതിനോടകം ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായി മാറിക്കഴിഞ്ഞു. വിശ്വമേഘം ഭവത്യേക നീടമെന്ന ആശയം വ്യക്തമാക്കിക്കൊണ്ടാണ് ലോക് മന്ഥൻ 2024 തെലങ്കാനയിൽ ഭാഗ്യനഗറിൽ തുടക്കമായത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് വിശ്വമേഘം ഭവത്യേക നീടം എന്ന ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ, ഈ സമ്പൂർണ്ണ വിശ്വവും ഒരു കിളിക്കൂട് പോലെയാണ്, എല്ലാവരും ഒരുമിച്ച് കഴിയുന്നു എന്ന ആ സനാതന സന്ദേശത്തെ ഉച്ചത്തിൽ പ്രഖ്യാപനം ചെയ്യുന്നതാണ് ഇത്തവണത്തെ ലോക് മന്ഥൻ. അത് പറയാനുള്ള കാരണം, പ്രീ അബ്രഹാമിക് പരമ്പരയിൽ വിശ്വസിച്ച് ഇപ്പോഴും മുന്നോട്ട് പോകുന്ന യസീദി സമൂഹം, ലിത്വാനിയയിലെ റോമോ സമൂഹം, റൊമേനിയയിലെ പ്രത്യേകമായ പ്രാചീന സംസ്കൃതിയിൽപ്പെട്ട സൺസ് ഓഫ് സൺ വിഭാഗം, ഇന്തോനേഷ്യൻ ബാൽനീസ് ഗ്രൂപ്പ്, ഇവരൊക്കെ ഇത്തവണ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയ പ്രത്യേക പ്രദർശനിയുടെ ഉദ്ഘാടനം മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു നിർവഹിച്ചു. സംസ്കാരത്തെയും മാതൃഭാഷയെയും മുറുകെ പിടിച്ചുകൊണ്ടാകണം జీవిత విజయం కైవరికేంటదన్న അദ്ദേഹం వ్యక్తమాకి, నేను మామూలుగా అయితే ఏ కార్యక్రమం అయినా సరే ఆఖరిగా మాట్లాడతాను. ఈరోజు ముందు ఎందుకు మాట్లాడుతానంటే, నేను ఇప్పుడు ఒక 20 నిమిషాల్లో ఇక్కడి నుంచి బయలుదేరి ముంబై వెళ్ళి, ముంబై నుంచి దోహా, ఖతార్లో ఉన్న దోహా రాజ్యానికి చేరుకోవాల్సి ఉంది. అక్కడ రేపు ప్రపంచ తెలుగు సాహితీ సదస్సు ఉంది. అందుకని అంత దూరం ప్రయాణం చేస్తున్నారు. వాళ్ళందరూ అంత మంచి పని చేస్తుంటే మనం కూడా వెళ్ళి వాళ్ళతో కలవడం మంచిదనే ఉద్దేశంతో കാകതീയ രാജവംശത്തിലെ റാണി രുദ്രമ്മയുടെ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. കേന്ദ്രമന്ത്രിയും ലോക് മന്ഥൻ സംഘാടക സമിതി ചെയർമാനുമായ കിഷൻ റെഡ്ഡി, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ലോക് മന്ഥന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ജനം, ഡൽഹി.